ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മിക്സഡായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ വ്യത്യാസമൊന്നും മാർക്കറ്റിലില്ലെങ്കിലും നിഫ്റ്റി ഒഴിച്ച് നിഫ്റ്റി ബാങ്ക്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,933 12 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 49,570 ക്ലോസ് ചെയ്തപ്പോൾ 483 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 776 പോയിൻറ്റ്സ് ഉയർന്ന് 5527 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 15,526 ക്ലോസ് ചെയ്തപ്പോൾ 357 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 15.42 സെൻസെക്സ് ഇന്ന് 28 പോയിൻറ്റ് കുറഞ്ഞ് 75,939 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 1958 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ FII വീണ്ടും സെല്ലിംഗ് മോഡലായിട്ടാണ് പോയത്. 1881 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്ന് FII, നെറ്റ് സെല്ലേഴ്സാണ് ഇന്ന് FII നടത്തിയത്. എന്നാൽ FII 4,787 കോടിയുടെ ബൈ നടത്തിയിരുന്നു. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കേണ്ട കാര്യമാണ്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബെല്ല് 3.54% ഗെയിൻ ഉണ്ടായി. ഹിൻഡൽകോ 2.70%, ഏഷ്യ മോട്ടോഴ്സ് 1.92%, ആക്സിസ് ബാങ്ക് 1.53%, L&T 1.52%, ICICI ബാങ്ക് 1.48%, കോട്ടക് ബാങ്ക് 1.20%, ഹീറോ മോട്ടോകോപ്പ് 1.18%, NTPC 1.06% ആൻഡ് ഇൻഡസിൻഡ് ബാങ്ക് 0.99% ഗെയിൻ ഉണ്ടായി. ലോസസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഡോക്ടർ റെഡ്ഡി 2.48% ഒരു കുറവുണ്ടായി. TCS 2.28%, ഇൻഫി 2.22%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2%, അദാനി എൻ്റർപ്രൈസ് 1.95%, ഭാരതി എയർടെൽ 1.73%, സൺ ഫാർമ 1.41%, പവർ ഗ്രിഡ് 1.39%, M&M 1.12% ആൻഡ് സിപ്ല 1.09% കുറവാണെന്ന് ഉണ്ടായത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് 23,742 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,932 വന്ന് നിൽക്കുമ്പോൾ 3.41% ലോസാണ് ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തെ ഈ ആഴ്ചയുടെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 22,959 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 22,945 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 22,932 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ടോപ്പിൽ നിന്ന് ഇതുവരെ എല്ലാ ദിവസവും നിഫ്റ്റി കുറവാണ് വന്നിട്ടുള്ളത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,145 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, 716 കമ്പനികൾ ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ 722 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തിരുന്നു. കമ്പാരിറ്റീവ്ലി ഇന്ന് ഒരുപാട് കമ്പനികൾ നല്ല വ്യത്യാസത്തിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചു. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ മിക്കവട്ടും മിക്സഡായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,809 9 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT ഇന്ന് 49,924 ക്ലോസ് ചെയ്തപ്പോൾ 540 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്കിൽ നിന്ന് എന്നാൽ ഇന്ന് 78 പോയിൻ്റ് ഉയർന്ന് 5950 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഇന്ന് 175 പോയിൻറ്റ്സ് ഉയർന്ന് 23,456 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 149 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്, 20,820 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG ഇന്ന് 52,368 ക്ലോസ് ചെയ്തപ്പോൾ 120 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ ഇന്ന് 83 ക്ലോസ് ചെയ്തപ്പോൾ 103 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 845 ക്ലോസ് ചെയ്തപ്പോൾ 13 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ ഇന്ന് 1493 ക്ലോസ് ചെയ്തപ്പോൾ 21 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 349 പോയിൻറ്റ്സ് ഉയർന്ന് 31,198 ക്ലോസ് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ 7,986 ക്ലോസ് ചെയ്തപ്പോൾ 32 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 13,363 ക്ലോസ് ചെയ്തപ്പോൾ 104 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്.
നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഒന്ന് 10,045 ക്ലോസ് ചെയ്തപ്പോൾ 73 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ 20 ഫെബ്രുവരി 2025 USA നിന്ന് ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. USA നിന്ന് തന്നെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ നാളെ വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് PPI ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ്. എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. താങ്ക് യു.